അച്ചായൻ സാറിന് സ്നേഹാദരവ് നൽകുന്നത് പ്രിയങ്കരനായ MLA. അതിനുശേഷം സ്നേഹ സമ്മാനം പ്രിയപ്പെട്ട ആസിക അഭിഷേകിനോട് മിസ്റ്റർ പ്രൗഢ ചേട്ടനും ശേഷം കൊച്ചി പേരൻസിന്റെ സ്നേഹ സമ്മാനം കാർഡ് ചെയ്യപ്പെടും. എന്താ പറയാ, ഒരു ഏക്കർ കണക്കിന് ഏരിയ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഇതുപോലെ കാണാനായിട്ട് നല്ല സൂപ്പറാണ്. കാണാൻ ഒരുപാടുണ്ട് ഇതിനകത്ത്. സിരീസ് ഗാർഡൻ വെടിച്ചിലം പരിപാടിയാണ്. നമ്മുടെ ഇടുക്കിയിലൊക്കെ എവിടെയുള്ളവർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഈ സംഭവം അടിപൊളിയാണ്, സൂപ്പറാണ്. ഒന്നും പറയാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്ന ഇറങ്ങിയരാം. 7.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുള്ള ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ഫാമിലി സമേതം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി അവരുടെ എഫേർട്ടിന് നൽകേണ്ടതായിട്ടുണ്ട്. അതെയാ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു അടിപൊളി പരിപാടിക്ക് വേണ്ടി പോവാണ്. എല്ലാരും അണിഞ്ഞൊരുങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. അവര് ഓർത്തോണ്ടിരിക്കുന്നത് കട്ടപ്പനയ്ക്ക് പോവുകയാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. പെങ്ങളുടെ വീട്ടിൽ അത് അച്ചാച്ചന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞത് അല്ലേ. അവരുടെ അടുത്തും പോകുന്നുണ്ട് നമ്മള്. അവന് മൈക്ക് വേണമെന്ന് അവൻ പറയുന്നത്. അപ്പൊ മൈക്ക് മേടിക്കാൻ പോവാന്നാണ്. അതെ, അതിനുവേണ്ടി പോവാന്നാണ് ആള് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു വലിയ പരിപാടിക്ക് പോവാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു എന്താ പറയാ, എല്ലാ ഇൻഫ്ലുവൻസർമാരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മീറ്റപ്പിനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കട്ടപ്പനയിലുള്ള ഒരു സിബീസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട്, അത് ഇടുക്കി ജില്ലയിലുള്ള എല്ലാ ഇൻഫ്ലുവൻസർമാരെയും ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് യൂട്യൂബേഴ്സ്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഇന്ന് പരിചയപ്പെടാൻ പറ്റും. സമയം 9:30 അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9:35 ചെല്ലുമ്പോഴത്തേക്കും 10:30 ഉടുമ്പൻചോല MLA സേനാപതി വേണു MLA ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം. അതായിരിക്കും നല്ലത്. നമുക്ക് അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇന്നത്തെ കാഴ്ചകളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതെ, അവരും വരുന്നുണ്ട് കേട്ടോ, അവരും വരും. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാം. എല്ലാ കാഴ്ചകളും പുതിയ കാഴ്ചകളെല്ലാം കാണാം. കാണാത്ത എല്ലാവരും നമുക്ക് കാണുകയും ചെയ്യാം. അപ്പൊ നമുക്കിനി അവിടെ ചെന്ന് കാണാം. അങ്ങനെ ഞാൻ ഡ്രസ്സും മാറി നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി അവിടെ തൊട്ട് കാണിക്കാം കേട്ടോ. വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ICMAയുടെ മീറ്റപ്പ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ എത്തുന്ന സിബീസ് ഗാർഡൻ. നമ്മുടെ സിബീസ് ഗാർഡൻ വലിയൊരു സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല, 2 പേരുണ്ട്. റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്തിയപ്പോ നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയാ തണുപ്പല്ലേ. അപ്പൊ ഇവിടെയാണ് പാർക്കിങ്. ഞങ്ങളിവിടെ എത്തി. അതിക്കൂട്ടാ വാ കേറോ. നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്നതേ ഉള്ളു കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് കയറി ഇനി വരുമ്പം എവിടെയാണോ എവിടെയാന്ന് പിടുത്തല്ലോ കേട്ടോ. ഇങ്ങനെ വിജനമായ പ്രദേശമാണ് കേട്ടോ. സ്റ്റാൻഡിംഗ് ഒവേഷനോട് കൂടി തന്നെ നേരത്തെ നമുക്ക് ഒരു ഹോളിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ സ്നാക്സിന്റെ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്ത് സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ഞാനുണ്ടല്ലോ കേരളാക്കും. അറിയല്ലേ ഞങ്ങൾ കുറച്ച് അതിലൂടെ കയറുന്നു. പേരൊന്ന് പറയാമോ? ജസ്റ്റിൻ. ചേട്ടാ ഫുൾ നെയിം ജസ്റ്റിൻ ജോസഫ്.
ICCMA എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഒരു സുപ്രധാനമായ റോൾ വഹിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമ്മൾ ഓരോരുത്തരും ആ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ ഒഫീഷ്യൽ ചടങ്ങിലേക്ക് കടക്കുന്നു. ബ്ലോഗേഴ്സിനെയും ഒരു കുടക്കീഴിൽ ഒത്തൊരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. നിർവഹിക്കുന്ന മാധ്യമ പ്രവർത്തകരും അഭിനേതാവുമായിട്ടുള്ള ശ്രീ MC ബോബൻ, ഇടുക്കി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് മീഡിയ അസോസിയേഷൻ നമ്മുടെ എല്ലാം ഒരു സ്വപ്ന പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടാൻ പോകുകയാണ്. സാധ്യമാക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഡിസിനെടുക്കാൻ പറ്റാതെ പിന്നോട്ട് പോകേണ്ടി വന്ന ഏക യുദ്ധവും ഈ വിയറ്റ്നാം യുദ്ധമാണ് എന്നുള്ളത് കാണിച്ചു കൊടുത്ത ആ ഒറ്റ ഫോട്ടോ എന്ന് പറയുന്നത് ഈ കിങ് ഫോക്ക് ഈ ഒരിക്കൽ കൂടി ഉടുമ്പൻചോലയുടെ MLA എന്ന നിലയിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. CP വർക്കി സാറിനെ ഞാൻ സ്നേഹത്തോടു കൂടി ICCMA ഓരോ മെമ്പേഴ്സിനും വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ടു റിസീവ് ദ ഓണർ ആൻഡ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. അദ്ദേഹത്തെ കൂടി ക്ഷണിക്കുന്നു. നമുക്കൊരു നിറഞ്ഞ കൈയടി നമുക്ക് അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ടുണ്ട്. And this is from the love, this is from our ICCMA. ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ബഹുമാനവും ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനും ഒരുപാട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇടുക്കിയുടെ മാധ്യമ പ്രവർത്തകനും അഭിനേതാവും നമ്മുടെ പ്രിയങ്കരനുമായ ശ്രീ MC ബോബൻ അവർ ലോകം നമുക്കായി പ്രകാശനം ചെയ്യുകയാണ്. ഇന്നലത്തെ ഒരു ദിവസത്തെ ഞാൻ കാണുന്നത് രണ്ടാം സ്വാതന്ത്ര്യ ദിനം എന്നുള്ള നിലയിൽ തന്നെയാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനാണ് ജന്തർ മന്ദർ സാക്ഷ്യം വഹിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അച്ചയൻസ് ആർമി ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏകദേശം 7.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുള്ള ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ചയൻസ് ആർമി കുടുംബസമേതം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി അവരുടെ എഫേർട്ടിന് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അച്ചയൻസ് ആർമി വേദിയിലേക്ക് കടന്നു വരുന്നു. മില്യൺ സബ്സ്ക്രൈബേഴ്സുമായി നമുക്കിടയിൽ സജീവമായി നിൽക്കുന്ന അച്ചയൻസ് ആർമിക്ക് സ്നേഹാദരവ് നൽകുന്നത് പ്രിയങ്കരനായ MLA. അതിനുശേഷം സ്നേഹ സമ്മാനം പ്രിയപ്പെട്ട ആസക അഭിഷേകിനോട് മിസ്റ്റർ പ്രൗഢചേട്ടനും ശേഷം കൊച്ചിന്റെ സ്നേഹ സമ്മാനം കാർഡ് ചെയ്യപ്പെടും. ശ്രീ ജോമ ജോസിനെ ക്ഷണിക്കുന്നു. നമുക്കിടയിലെ അച്ചയൻസ് ആർമി നമുക്ക് നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാം. Thank you so much. And I welcome Prabhuchana, please. സ്നേഹ സമ്മാനം കൂടി ഈ ഒരു അവസരത്തിൽ അച്ചയൻസ് ആർമിക്ക് ചെയ്യുകയാണ്. അതുമായി കൊച്ചിൻ മേക്കേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മാന്തൻസ് ഫുഡിന്റെ മാന്തൻസ് കേക്ക് ബാച്ച് ഫാക്ടറിയുടെ സ്നേഹ സമ്മാനം കൂടി നൽകിക്കൊണ്ട് ശ്രീ ജോമ ജോസഫ്. Thank you so much. തീർച്ചയായിട്ടും നമ്മൾ അച്ചയൻസ് ആർമിയിലേക്ക് അടുത്ത സെഷനിൽ പരിചയപ്പെടും. ഈ ഒരു ഒഫീഷ്യൽ സെഷൻ ആയതുകൊണ്ട് നമുക്ക് അവരെ തിരിച്ച് സീറ്റുകളിലേക്ക് പറഞ്ഞയക്കാം. തീർച്ചയായിട്ടും അടുത്ത അവസരത്തിൽ അവരെ ക്ഷണിക്കുന്നതാണ്. Thank you so much. Yes, നമുക്ക് അടുത്ത സ്റ്റാറിനെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സഹോദരി ബിൻസി ജെയിംസിനെ തന്നെയാണ് ഞാൻ അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഏകദേശം This is the proudest moment. നമുക്കിടയിലെ ഒരു മിടുക്കിയാണ് ബിൻസി ചേച്ചി. വളരെ ലാളിത്യമുള്ള വേണ്ടിയപ്പോഴാണ് ബിൻസി ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ബിൻസി ചേച്ചിയുടെ ഒപ്പം തന്നെ ബിൻസി ചേച്ചിയുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ വീഡിയോയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഒക്കെ വളരെ ഇൻസ്പിറേഷണൽ ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ബിൻസി ചേച്ചി ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്.
നമുക്ക് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സെറ കോട്ടൺസ് ആൻഡ് ഫർണിഷിംഗിന്റെ സ്നേഹ സമ്മാനം ചേച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നു. ഒപ്പം മാത്തൻസ് കേക്ക് ഫാക്ടറിയുടെ മറ്റൊരു സ്നേഹ സമ്മാനം കൂടി പ്രിയപ്പെട്ട ചേച്ചി തോമസ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഒരു ബ്ലോഗറിന്റെ പവർ എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായിരുന്നിട്ട് കൂടി, മറ്റൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ ഒരു മേഖലയുടെ പവർ എന്താണെന്ന് പ്രിയപ്പെട്ട അമൃത്കുമാർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൂടി കാണിച്ചു നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ആദരിക്കുന്നു. നമ്മുടെ ഭാവിയിലെ ഇടുക്കിയിൽ നിന്നുള്ള ഒരു മികച്ച സ്റ്റാറായി വളരാനും എല്ലാവിധ കഴിവുമുള്ള മിടുക്കിയായ പെൺകുട്ടിയാണ് ദേവനന്ദ രതീഷ്. ദേവനന്ദയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ICCMയുടെ സ്നേഹോപഹാരം ആദരവ് ദേവനന്ദയ്ക്ക്. അടുത്തതായി പ്രിയങ്കരനായ കുട്ടുമോന് നിറഞ്ഞ സ്നേഹത്തോടു കൂടി ആദരവ്. എല്ലാ എഫേർട്ടിനും നിറഞ്ഞ കൈകളെയും സ്നേഹവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ എഫേർട്ടിന് അദ്ദേഹത്തിന് ആദരവ് നൽകേണ്ടതായിട്ടുണ്ട്. മിസ്റ്റർ വിനോ ഇടുക്കി നൽകുക, ഡ്രൈവിംഗിന്റെ ടിപ്സ് പങ്കുവെക്കുക, അതിനോടൊപ്പം നിരവധി പേർക്ക് ആത്മവിശ്വാസവും കൂടി പങ്കുവെക്കുന്ന ഗുഡ്സൺ കട്ടപ്പനയ്ക്ക് ICCMയുടെ ആദരവ്. ലക്ഷം ഫോളോവേഴ്സ് അല്ല, എന്തായാലും അത് ഒരു വലിയൊരു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഓരോ മേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. കട്ടപ്പന, അടിമാലി, തൊടുപുഴ, അങ്ങനെ ഓരോ ഏരിയയും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഭാരവാഹികളെ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ഒരു മനോഹരമായ ഫോട്ടോ സെഷൻ, അതിനുശേഷം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു മെമ്പർ കൂടിയായിട്ടുള്ള ശാലിനിയുടെ ഒരു മെന്റലിസം പ്രോഗ്രാം കൂടി ഈ ഒരു സ്റ്റേജിൽ നടത്തപ്പെടുന്നതാണ്. സമയത്ത് ഏതെങ്കിലും ഒരു പേജിൽ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് പറയാമോ? ആ ലെറ്റർ ഒന്ന് ഉറക്കെ പറയാവോ? പറയണോ ഞാൻ? അൻഡു. ഓ മൈ ഗോഡ്, യു മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, ബാക്കി ഞാൻ എഴുതി വരുന്നതേ ഉള്ളായിരുന്നു. സെൽഫി എടുക്കാം, മറ്റു പ്രോഗ്രസ് ക്യാപ്ചർ ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് ടൈം ഫോർ ദാറ്റ്. ഒരു കുട്ടിയായിട്ട് വന്ന് സ്റ്റാർ ആയിട്ട് പറഞ്ഞു. ഓ സ്വാഗതം. വാ നമുക്ക് ഇറപ്പാൻ വെള്ളിക്കും ഉറക്കം വരുന്നുണ്ടോ ഇവിടെ? അമ്മച്ചിയായ എനിക്കും ഒരു വലിയൊരു സ്ഥാനമൊക്കെ തന്ന് ഇവിടെ എത്തിയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പോയതിന്റെ തെളിവ്. ഇങ്ങനെ പോകാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണ്. ജോജോ ജോസഫ് അദ്ദേഹം കമ്പ്യൂട്ടർ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിയും കടപ്പാടും അറിയുകയാണ്. നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാണ്. നമ്മള് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നമ്മൾ അടിപൊളി പരിപാടിയായിരുന്നു. പരിപാടി എന്ന് വെച്ചാൽ അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്ത് കേട്ടോ. അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഒരു ഏക്കർ കണക്കിന് ഏരിയ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഇതുപോലെ കാണാനായിട്ട് നല്ല സൂപ്പറാണ്. നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ഭാഗത്ത് വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. കാരണം ഇതിനുള്ളില് പകുതി നല്ല ഒട്ടും വീഡിയോ നമ്മൾ അധികം എടുത്തിട്ടില്ല. കാണാൻ ഒരുപാടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ പരിപാടി ഇന്ന് ഫുള്ള് പരിപാടി ആയപ്പോണ്ട് നമ്മൾ ഫോട്ടോ എടുപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പൊ നമുക്ക് 6:30 ആകുമ്പോൾ ഒരു പരിപാടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പരിപാടിക്ക് പോകാൻ വേണ്ടി ഇപ്പൊ സമയം 5:30 ചെന്ന് കുളിച്ച ഡ്രസ്സും മാറി പോകാനുള്ള സമയം കഷ്ടിയുള്ളൂ. അപ്പൊ നമ്മൾ ഇതാണ് സിരീസ് ഗാർഡൻ. സിരീസ് ഗാർഡൻ വെടിച്ചിലം പരിപാടിയാണ്. നമ്മുടെ ഇടുക്കിയിലൊക്കെ എവിടെയുള്ളവർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഈ സംഭവം
അടിപൊളിയാണ്, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം പോകുന്ന അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. പറഞ്ഞാൽ കൂട്ടാ. ഓ ബൈ ഉമ്മ. വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇടുക്കിയിലെ മിടുക്കരായിട്ടുള്ള കുറെ കലാകാരന്മാരെയും കലാകാരികളെയാണ് കേട്ടോ. പല മേഖലകളിലും കഴിവ് തെളിയിച്ച നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. കൃഷിരംഗത്ത് സംസ്ഥാന അവാർഡ് നേടിയവർ, ഗിന്നസ് ജേതാക്കൾ, നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച് കഴിവ് തെളിയിച്ചവർ, ഡോക്ടറായിട്ടും നഴ്സായിട്ടും അധ്യാപകരായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരായിട്ടും ജോലി ചെയ്യുന്നവർ, കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചവർ, 25 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ജേർണലിസ്റ്റുകൾ. ഈ ഒരു പരിപാടി നടന്നത് നമ്മുടെ കട്ടപ്പനയിലെ സെബീസ് ഗാർഡനിലാണ്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ആളുകളുടെ ഫോട്ടോസൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.